ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് ഞാൻ വളരെ നീണ്ട ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ചേർമ്പറ്റമ്മ കൈകൊട്ടിക്കളി ടീം എല്ലാവരും കൂടി ചേർന്നിട്ട് ഞങ്ങളുടെ മലയപ്പൊതിയിലേക്കൊരു യാത്ര പോവുകയാണ്. മലയപ്പൊതി എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ മിക്കവർക്കും അറിയാതിരിക്കാം, വളരെ നേർച്ച ചെയ്യുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ അവിടേക്ക് ഞങ്ങളുടെ ടീമിൻ്റെ വകയായിട്ട് ഒരു നേർച്ച നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ കയറ്റി ഒരു പെട്ടിയോട്ട ഒളിച്ചിട്ട് അതിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റി അങ്ങനെ ഞങ്ങൾ മലയപ്പൊതിയിലെത്തി. ഇതാണ് ഞങ്ങൾ നേർച്ച ചെയ്യാൻ വെച്ചിരുന്ന കോഴി. വേറൊരു കോഴിയുണ്ട്, നാടൻ കോഴികളാണ് നേർച്ച ചെയ്യാൻ വെക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ തയ്യാറാക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തീ കത്തിക്കാൻ പോവുകയാണ്. കുറച്ച് പേര് സാധനങ്ങളൊക്കെ അരിയാനൊക്കെ ആയിട്ട് ഒരു ടാർപ്പയൊക്കെ വിരിച്ചിട്ട് ഞങ്ങൾ ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പിൽ അവിടെ റെഡിയാക്കുകയാണ്. വളരെ ചിരിയും കളിയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ഇരുന്ന് അരിയാനൊക്കെ തുടങ്ങുകയാണ്. അവിടെ കുറച്ച് പേര് പച്ചരി പായസം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിൽ. ഞങ്ങളൊക്കെ ചിക്കനിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ഇതിൽ പായസം റെഡിയായി വന്നു. ഒരു പാത്രത്തിൽ ചോറും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ടൈമിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആദ്യ പൂജയ്ക്കുള്ള പച്ചരി പായസമൊക്കെ റെഡിയായി. പച്ചരി പായസം, പഴം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കോഴീനെ കൊണ്ടുപോകും. അപ്പോൾ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളതെല്ലാം റെഡിയാക്കി അമ്പലത്തിലേക്ക് നേർച്ചയ്ക്ക് വെക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ദേവിക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. റെഡിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. എന്നിട്ട് മെല്ലെ അമ്പലത്തിലേക്ക് നടക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് എല്ലാ ഭാഗത്തും നിറയെ ആൾക്കാരുണ്ടായിരുന്നു. നല്ല തിരക്കാണ്. സൺഡേ ആകുമ്പോൾ എല്ലാം ലീവല്ലേ, അപ്പോൾ എല്ലാവരും വരും.
അപ്പോൾ നല്ല തിരക്കായിരുന്നു. ഇതാണ് സ്ഥലങ്ങൾ. ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ കുറേ ദൂരമായിട്ടാണ് ഇങ്ങനെ പാചകം ചെയ്യാനുള്ള സ്ഥലം കിട്ടിയത്. അതുകൊണ്ട് കുറേ നടക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായി. ഓരോരുത്തർ ആടിനെയൊക്കെ നേർച്ച പറഞ്ഞിട്ട് തലയൊക്കെ അറുത്തിട്ട് കൊണ്ടുപോവാണ്. അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടല്ലേ, നല്ല തിരക്കാണ്. ഞങ്ങൾക്കോ സ്ഥലം കിട്ടി. നമ്മുടെ കൂടെ വന്ന ഏട്ടനാണ് പൂജയൊക്കെ ചെയ്യുന്നത്. പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂജ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. കാരണം നല്ല തിരക്കായതുകൊണ്ട് അടുത്ത് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ പ്രത്യേകിച്ച് പൂജാരികളോ ഭണ്ഡാരങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ തന്നെയാണ്, നമ്മളെ ഭക്തർ തന്നെയാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. പുരുഷന്മാരാണ് പൂജ ചെയ്യാറുള്ളത്. ഇവിടുത്തെ ദേവിക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പച്ചരി ചോറ് കൊണ്ടുള്ള നിവേദ്യമാണ്. നമ്മളുടെ കൂടെ വന്ന ഏട്ടനാണ് പൂജയൊക്കെ ചെയ്യുന്നത്. ഇവിടെ വന്ന് പലരും പല നേർച്ചകൾ വഴിപാടായിട്ട് കഴിക്കാറുണ്ട്. വീടില്ലാത്തവർക്ക് വീടിൻ്റെ രൂപം കിട്ടിയിട്ട് ഇവിടെ കെട്ടിയിടാറുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അങ്ങനെ പല കാര്യങ്ങൾക്കും ഇവിടെ വന്ന് നേർച്ച ചെയ്യാറുണ്ട്. പിന്നെ കൃഷി നല്ല രീതിയിൽ മെച്ചപ്പെട്ടു പോകാനും കന്നുകാലികൾക്ക് വേണ്ടി അസുഖം വരാതിരിക്കാനും അങ്ങനെയൊക്കെ പല രീതിയിൽ ഇവിടെ നേർച്ച ചെയ്യാറുണ്ട്. പണ്ട് 4 പേർ ചേർന്ന് ഇവിടെ കന്നു മേയ്ക്കാൻ വരികയും അതിലെ ഒരു കന്നിനെ കാണാതാവുകയും ചെയ്തിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ഓന്തിനെ പിടിച്ചിട്ട് അവരെ ഇവിടെ ബലി കൊടുത്തു. അതിന് പിറ്റേ ദിവസം അവരുടെ വീട്ടിൽ ആ കന്നുകാലി എത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് ഇവരിങ്ങനെ കോഴിനെയും ആടിനെയൊക്കെ ബലി അർപ്പിക്കാൻ തുടങ്ങിയത്. അതുമാത്രമാണ് ഇവിടുത്തെ ബലി ചെയ്യുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാറില്ല. കോഴി ആട് മാത്രമാണ് ഇവിടെ നേർച്ച. ദേവിക്ക് പച്ചരി ചോറ് കൊണ്ടുള്ളൊരു നിവേദ്യവും ദേവന് അർത്ഥപൂജയാണ് ഇവിടെ ചെയ്യാറുള്ളത്. ദേവിയുടെ അമ്പലത്തിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് തന്നെയാണ് ദേവൻ്റെ അമ്പലം ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ അർത്ഥപൂജയാണ് കഴിക്കുക. അപ്പോൾ നമ്മൾ കോഴി ആട് അതിനെയൊക്കെ അറുത്ത് അതിൻ്റെ ചോര നമ്മൾ ആ കല്ലിൽ ഒഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന നാടൻ കോഴികളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന കോഴിക്ക് നമ്മളെല്ലാവരും വെള്ളമൊക്കെ കൊടുത്തു. അത് തല കുടയും. അപ്പോൾ തല കുടഞ്ഞെന്ന് പറഞ്ഞാൽ ദേവിക്ക് അത് അർപ്പിച്ചു, ദേവിക്കത് സ്വീകരിച്ചു എന്നാണ് അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ അത് കൊടുത്തു, അതിന് തലയർത്തു. പിന്നെ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്നു. എന്നിട്ട് അതിനെ തേയിലിട്ട് ചൂടുകയാണ് ചെയ്യുന്നത്, അതിൻ്റെ രോമമൊക്കെ കത്തിക്കരിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തൂവലൊക്കെ ഫസ്റ്റ് എല്ലാം പറിച്ച് കളഞ്ഞിട്ട് ബാക്കി അതിൻ്റെ ശരീരത്തോട് തേക്കുന്ന തൂവലിന് വേണ്ടി
നമ്മൾ ചുടുകയാണ് ചെയ്യുന്നത്. പിന്നെ ദേവിക്ക് അർപ്പിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും പായസം കഴിച്ചു. പിന്നീട് കൂടെ വന്ന ഏട്ടന്മാരാണ് കോഴീനെ കട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പണികളുടെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ ചെയ്തു. പിന്നീട് ഇവിടെ ചിക്കൻ റെഡിയാക്കാനുള്ള തരത്തിൽ ഉള്ളിയൊക്കെ വഴറ്റി ശരിയാക്കുകയാണ്. പിന്നീട് ഞങ്ങളുടെ അരിയിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഒന്ന് റൗണ്ട് അടിക്കാൻ പറഞ്ഞിട്ട് ഒന്നിങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് നടത്തി ചെയ്യുന്നവരവിടെ ചെയ്യുകയാണ്. ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഒന്ന് നടന്നു. കാണാനൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. പറയുന്നില്ല, ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ സൂപ്പറായ സ്ഥലമാണ്. ഞങ്ങൾ പിന്നെ ചിക്കനും ചോറൊക്കെ ആയതിന് ശേഷം വീണ്ടും അത് ദേവനെ അർപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നു. പിന്നീട് കള്ളും മദ്യമൊക്കെ അർപ്പിക്കും, അതും ഇവിടെ മെയിനാണ്. അതും കൊണ്ടുവന്ന് ദേവന് അർപ്പിക്കുന്നതാണ്. രണ്ടാമത് വന്നപ്പോഴത്തേക്കും കുറച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞു, കാരണം ഓരോരുത്തർ ചോറും അതൊക്കെ ആയതിന് ശേഷം വന്ന് അർപ്പിക്കുകയാണ്. പിന്നെ കഴിച്ചിട്ട് അങ്ങനെ പോകണം. നല്ല മഴക്കാറും ഉണ്ടായതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് കഴിച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടാമത് അത്ര തിരക്കുണ്ടായിരുന്നില്ല. അതും ആ ഏട്ടൻ തന്നെയാണ്, നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന ഏട്ടൻ തന്നെയാണ് പൂജയും ചെയ്തത്. അവിടെയും ഞങ്ങളെല്ലാവരും പൂവും തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പൂജയും കഴിഞ്ഞു ഞങ്ങൾ പിന്നെ തിരികെ ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ വന്നെത്തി. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. എല്ലാവരുമായിട്ട് ഇത്തിരി ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് തിരിയൊക്കെ കത്തിച്ചു. നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചൊരു കാര്യമായിരുന്നു, നല്ല രീതിയിൽ തന്നെ നടന്നു. പിന്നെ ഞങ്ങളുടെ സ്ഥലത്തെത്തി, ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല സൂപ്പർ അനുഭവമായിരുന്നു, അടിപൊളിയായിരുന്നു. ഒന്നും ഡ്രോപ്പ് ആവാതെ എല്ലാം നല്ല രീതിയിൽ തന്നെ ആയി. നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു, ഇടിയൊക്കെ ചെറുതായിട്ടൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ മഴയൊക്കെ മാറി നിന്നു. പിന്നീട് ഞങ്ങൾ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു, കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്തു. നല്ല സൂപ്പറാണ്, നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ ഇവിടേക്ക് ഒന്ന് വന്ന് നോക്കണം. നമ്മൾ നേർച്ച തന്നെ ചെയ്തിട്ട് വരണമെന്നൊന്നുമില്ല, നമുക്ക് തൊഴുവാനൊക്കെ വരാം. അമ്പലത്തിൽ എല്ലാ ദിവസവും കാണും, അങ്ങനെ അടയ്ക്കലും അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞായറാഴ്ചകളിൽ നല്ല തിരക്കാണെന്ന് മാത്രം, അല്ലാതെ എല്ലാ ദിവസങ്ങളിലും വന്ന് വേണമെങ്കിൽ നമുക്ക് തൊഴുവൊക്കെ ചെയ്യാം. നേർച്ച തന്നെ ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ചെയ്തവർ ചെയ്യണ്ട, ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.